പണിമുടക്കിനിടെ കൊട്ടാരക്കര ഡിപ്പോയിൽ നിർത്തിയിട്ടിരുന്ന KSRTC ബസ്സുകളുടെ വയറിംഗ് നശിപ്പിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് ഗതാഗത മന്ത്രി. 8 ബസ്സുകളുടെ വയറിംഗ് ആണ് നശിപ്പിച്ചത്. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് മന്ത്രിയുടെ ഇടപെടൽ. ഒരു വിഭാഗം ജീവനക്കാരുടെ പണിമുടക്കിനിടയിലാണ് കൊട്ടാരക്കര ഡിപ്പോയിൽ നിർത്തിയിട്ടിരുന്ന 8 ബസ്സുകളുടെ വയറിംഗ് നശിപ്പിച്ചത്. അന്തർസംസ്ഥാന സർവീസ് നടത്തേണ്ട ബസ്സുകളടക്കം കട്ടപ്പുറത്തായി. ദൃശ്യങ്ങൾ സഹിതം 24 വാർത്ത പുറത്തുവിട്ടതോടെയാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പണിമുടക്കൊന്നും കുഴപ്പമൊന്നുമില്ല. പണിമുടക്കട്ടെ, അത് ഒരു സമരത്തിന്റെ ഭാഗമാണ്. പക്ഷെ അത് ഈ KSRTCയുടെ സ്വത്തുക്കളെ ഡാമേജ് ചെയ്യുന്ന തരത്തിൽ ഒരു കാരണവശാലും അനുവദിക്കില്ല. ഇതിൽ പൊതുമുതൽ നശിപ്പിക്കൽ വകുപ്പ് പ്രകാരം കേസെടുക്കും. മാത്രമല്ല, ഞാനത് SP-യോട് സംസാരിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ പോലീസായിരിക്കും നടത്തുന്നത്. പ്രതികളെ കണ്ടെത്തണമെന്ന് നിർബന്ധമായി പറഞ്ഞിട്ടുണ്ട്. ജീവനക്കാരാണ് പിന്നിലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. സർവീസ് നടത്താതിരിക്കാനാണ് ബസിന്റെ വയറിംഗ് നശിപ്പിച്ചതെന്ന് ഒരു വിഭാഗം തൊഴിലാളികൾ ആരോപിച്ചു. ഏകദേശം 8ഓളം ബസ്സുകളിലാണ് ഈ സ്റ്റാർട്ടർ കേബിൾ ഉൾപ്പെടെയുള്ളത് അറുത്ത നിലയിലും ചിലത് വലിച്ചുപറിച്ച നിലയിലുമാണ് കാണപ്പെട്ടത്. അതിൽ ഇന്റർസ്റ്റേറ്റ് സർവീസ് ഉൾപ്പെടെയുള്ള സർവീസുകളാണ് ഇത്തരത്തിൽ കാണപ്പെട്ടത്. പണിമുടക്ക് സർവീസിനെ ബാധിച്ചിട്ടില്ല. ഈ കംപ്ലൈന്റ് ആയ ബസ്സുകൾ ഒഴിച്ച് ബാക്കി മുഴുവൻ സർവീസുകളും കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. കൊട്ടാരക്കര ഡിപ്പോയിൽ കേടുപാടുണ്ടായ ബസ്സുകൾ ഒഴികെ ബാക്കി എല്ലാ ബസ്സുകളും സർവീസ് നടത്തി. 24 കൊല്ലം.